മുടി വളരാൻ എണ്ണ ആവശ്യമുണ്ടോ? ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. മുടിയിൽ എണ്ണ പുരട്ടിയില്ലെങ്കിലും ഓരോ വർഷവും 6 ഇഞ്ച് വരെ മുടി വളരും. ദിവസവും 50ഓളം മുടി പൊഴിയുന്നതും സാധാരണമാണ്. ആയുർവേദത്തിൽ മുടി വളർച്ചയെക്കാളും മുടി വേരുകളുടെയും ചർമ്മത്തിന്റെയും ആരോഗ്യത്തിന് വേണ്ടിയാണ് തലയിൽ എണ്ണ പുരട്ടുന്നത് ശീലിക്കാൻ നിഷ്കർഷിക്കുന്നത്. ശിരസിലും കർണപാളികളിലും ഉള്ളം കൈയിലും കാലിലും പുരട്ടി തിരുമിയ ശേഷം കുളിക്കണമെന്ന് ആയുർവേദ ശാസ്ത്രം ഉപദേശിക്കുന്നുണ്ട്. മെഷീനുകൾക്ക് എണ്ണയിട്ട് പുതുക്കിയെടുത്ത അതേ സിദ്ധാന്തമാണ് ആയുർവേദത്തിലെ എണ്ണ കൊണ്ടുള്ള പ്രയോഗം. മുടിയിൽ ദിവസവും എണ്ണയിടുന്നതിലൂടെ ശരീരത്തെ പുതുമയോടെ എന്നെന്നും സൂക്ഷിക്കാം. എണ്ണ പുരട്ടുമ്പോൾ ചർമ്മത്തിന്റെ സൂക്ഷ്മ സ്രോതസ്സുകളിലൂടെ പ്രവേശിച്ച് ധാതുക്കൾക്ക് സ്നിഗ്ധതയും പോഷണവും നൽകുന്നു. നിത്യവും എണ്ണ തേച്ച് കുളിക്കുന്നവർക്ക് അകാലനരയും മുടി കൊഴിച്ചിലും അധികം ബാധിക്കില്ല. ഊർജക്കുറവ്, ശിരോരോഗങ്ങൾ എന്നിവയും അകറ്റി നിർത്താം. എണ്ണ കൊണ്ട് മസാജ് ചെയ്യാം. അനാജൻ, കാറ്റജൻ, ടിലോജൻ എന്നീ 3 ഘട്ടമായിട്ടാണ് മുടിയുടെ വളർച്ച. അനാജൻ മുടിയുടെ കോശങ്ങൾ വളർന്നു വരുന്ന ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ എണ്ണയുടെ പോഷണവും നല്ല ആഹാരങ്ങളും ഗുണം ചെയ്യും. അടുത്ത ഘട്ടങ്ങളായ കാറ്റജൻ, ടിലോജൻ എന്നിവയിൽ തലയോട്ടയുടെ മുകളിലേക്ക് മുടി കിളിർത്തുവെന്ന് പൊഴിയുന്ന സമയമാണ്. അപ്പോൾ ശിരോചർമ്മത്തിന്റെ സ്നിഗ്ധത കുറഞ്ഞാൽ കൂടുതൽ വരണ്ട മുടി പെട്ടെന്ന് പൊഴിയാൻ സാധ്യതയുണ്ട്. അതിനാൽ എണ്ണ കൊണ്ടുള്ള മസാജ് രക്തയോട്ടം കൂട്ടുകയും ശിരോചർമ്മത്തിന് സ്നിഗ്ധത നൽകി ബലപ്പെടുത്തുകയും ചെയ്യും. ആയുർവേദത്തിലെ രസായന പ്രയോഗങ്ങൾ ഈ ഓരോ ഘട്ടത്തിലും മുടിക്ക് പോഷണമേകും. ശരീരത്തിൽ രോഗം ബാധിച്ചാൽ വിദഗ്ധ ചികിത്സ തേടുന്നത് പോലെ മുടിയുടെ പ്രശ്നങ്ങൾക്കും സ്വയം ചികിത്സ ഒഴിവാക്കി ശാസ്ത്രീയ ചികിത്സ തേടണം. എന്തെങ്കിലും എണ്ണകൾ തലയിൽ തേക്കുന്നതിന് മുൻപ് തല മറന്ന് എണ്ണ തേക്കരുതെന്ന പഴഞ്ചൊല്ലു കൂടി ഓർക്കണം.